ഞങ്ങൾ ട്രാൻസിഷൻ സ്റ്റഡീസ് എന്നുള്ള പേരിലൊരു ഗ്രൂപ്പ് പ്രത്യേകിച്ചും പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിൽ പല രീതിയിലുള്ള പഠനങ്ങളും നടത്തുന്ന ആ രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഗ്രൂപ്പ്. പല പദ്ധതികളുടെ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ ആഘാതങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്ന പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും പഠനങ്ങളും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് 2024 കേരളത്തെ ആകെ നടുക്കിയ ജൂലൈ 30 നടന്ന വയനാട്ടിലെ ചൂരൽമലയിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രകാരന്മാരും ഒക്കെ അണിനിരന്നുകൊണ്ടുള്ളൊരു പഠന പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ്. ഏതാണ്ടൊരു വർഷം നീണ്ടുനിന്ന പഠനങ്ങളുടെ ഒരു സമാഹരണം എന്നുള്ള രീതിയിലാണ് അത് നടത്തിയിട്ടുള്ളത്. തെന്നുന്ന ഭൂമി, ചിതറുന്ന ജീവിതങ്ങൾ, സ്ലൈഡിങ് എർത്ത് സ്കാറ്റേർഡ് ലൈവ്സ് എന്നുള്ള പേരിലാണ് ഈ പുസ്തകം ഞങ്ങൾ ഏതാണ്ട് 250-ലധികം പേജുകളുള്ള ഒരു പഠന റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിനകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്നുള്ളത് വിശദീകരിക്കും മുമ്പ് ഇത്തരത്തിലൊരു പഠനം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ജനകീയ പഠന സംഘത്തെ ഞങ്ങൾ ആദ്യം രൂപപ്പെടുത്തിയതും അതിനകത്തുള്ള ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് പരാമർശിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. യാതൊരുവിധ സാമ്പത്തിക പിന്തുണയോ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികളിൽ നിന്നോ സർക്കാരുകളിൽ നിന്നോ ഒന്നും സ്വീകരിക്കാത്ത വളരെ അടിത്തട്ടിൽ സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ ട്രാൻസിഷൻ സ്റ്റഡീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ഈ ടീമിലുള്ളത്. 15ഓളം ആളുകൾ. അതിൽ ഡോക്ടർ CP രാജേന്ദ്രൻ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ ഭൗതിക ശാസ്ത്രജ്ഞരുണ്ട്. സാഗർധാര എന്ന് പറയുന്ന UNEP-യിൽ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന റിസ്ക് അനലിസ്റ്റായിട്ടുള്ള സാഗർധാര ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കുസാറ്റിൽ നിന്നുള്ള ഡോക്ടർ അഭിലാഷിനെ പോലെയുള്ള KFRIയുടെ ചീഫ് സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സജീവിനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ കർണാടകയിൽ നിന്നുള്ള ഡോക്ടർ ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ. അദ്ദേഹം ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചിട്ട് വളരെ പഠനങ്ങൾ നടത്തുന്നതാണ്. ഡോക്ടർ സ്മിത P. കുമാറിനെ പോലുള്ള ബോട്ടണിസ്റ്റുകൾ. ഇങ്ങനെ തുടങ്ങി ഏതാണ്ട് 10-15ഓളം ആളുകൾ ചേർന്നിട്ടുള്ള വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന അതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു പഠനമാണ്. അത് ഏതാണ്ട് 10ഓളം ലേഖനങ്ങൾ റിപ്പോർട്ടിൻ്റെ ഒരു സമാഹാരം എന്നതിലാണ്. അവരുടെയൊക്കെ നിഗമനങ്ങൾ എങ്ങനെയാണ് ഇതൊരു നമ്മൾ ഭൂകമ്പങ്ങളെ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകളെ, അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളെ ഒക്കെ തന്നെ നമ്മളൊരു പ്രകൃതി ദുരന്തം എന്നുള്ള കേവലമായ ഒരു ഇതിനകത്താണ് പെടുത്താറ്. നമ്മുടെ കയ്യിലല്ല, അത് പ്രകൃതി ശക്തിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ പൊതുവിൽ സംഭവിക്കുന്നത്. പക്ഷേ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ നാളിതുവരെ കിഴക്കൻ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റുകൾ, പേമാരികൾ, വെള്ളപ്പൊക്കങ്ങളൊക്കെ തന്നെയും നമ്മുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് കടന്നു വരികയും കേരളത്തിൽ ഇതൊരു നിത്യസംഭവമായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള ദുർബലമായ പാരിസ്ഥിതിക സവിശേഷതകളുള്ള പ്രദേശങ്ങൾ എത്രമാത്രം ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള മേഖലകളിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിലൊക്കെ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത്
എന്നൊക്കെയുള്ള ആലോചനകൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായി രൂപീകരിക്കേണ്ട ഒരു സമയമാണ്. കേവലമായി ഒരു 10-50 വർഷങ്ങൾക്ക് മുന്നിലുള്ള ഒരു ധാരണകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഇന്ന് കേരളത്തിൻ്റെ ഭൗമശാസ്ത്ര പരിധിക്കുള്ളിൽ സാധ്യമല്ല എന്നുള്ളത് ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കാനും പശ്ചിമഘട്ടത്തിൻ്റെ ദുർബലമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്നുള്ളതിൻ്റെയും ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പഠനത്തിന് ഞങ്ങൾ തയ്യാറായത്, അല്ലെങ്കിൽ അത്തരമൊരു ശാസ്ത്ര സമിതിയെ ഒരുക്കൂട്ടാൻ. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ശാസ്ത്രന്മാരും സ്വമേധയാ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സ്വയം യാത്ര ചെയ്ത് സ്വയം സമയം കണ്ടെത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ആ രീതിയിൽ അതൊരു പൂർണ്ണമായും ജനകീയ, ഇത് പബ്ലിഷ് ചെയ്യുന്നതിലടക്കം, ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിലടക്കം വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ തന്നെ താല്പര്യമുള്ള വ്യക്തികളുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഈ പുസ്തകം തയ്യാറായി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ അതൊരു ദൈവത്തിൻ്റെ കളിയാണ് എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ പൊതുവിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ചൂരൽമല ദുരന്തമെന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ പകിടകളിയായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമേ അല്ല. കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭ്യമായിട്ടും ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഏതാണ്ട് 480-ലധികം മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് എന്നുള്ള, അല്ലെങ്കിൽ അത്തരം ഒരു ഭൂപ്രദേശം പൂർണ്ണമായും വാസയോഗ്യമല്ലാതായത് എന്ന് നമ്മൾ വളരെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ വായിച്ച് പോയാൽ മനസ്സിലാവും. ഇതിനെ ഈ പ്രത്യേകിച്ചും അപകട സാധ്യതകളെ വിലയിരുത്തുന്ന റിസ്ക് അനലിസ്റ്റുകൾ പോലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തുന്നത് ഇതൊരു ഗ്രേ റിനോ ഇവൻ്റ് എന്നാണ്. ഗ്രേ റിനോ ഇവൻ്റ് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചും റിസ്ക് അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കൃത്യമായ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഇതിന് ശേഷം സംഭവിക്കുന്ന ഒരു ഇവൻ്റ്, ഒരു സംഭവം എന്ന് പറയാം. ഇതെങ്ങനെയാണ്? നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണം, കേരളത്തിലല്ല ഇന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ, മുന്നറിയിപ്പ് പ്രവചന സംവിധാനങ്ങൾ അങ്ങനെ അത്ര പരാജയപ്പെട്ട സംഗതികളൊന്നുമല്ല. വളരെ കൃത്യമായിട്ടും ഈ പ്രദേശങ്ങളിലെ അതിതീവ്ര മഴ, ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ സാധ്യതകളെ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവചനങ്ങളെ ഫലപ്രദമായി മനസ്സിലാക്കാനും ആ മേഖലകളിൽ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ അവിടെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുന്നതിലോ സംഭവിച്ച പിഴവുകൾ എന്താണ്, ആ പ്രദേശത്തിലുള്ള പലതരത്തിലുള്ള നിർമ്മിതികൾ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിന് കൂടുതൽ ഭീഷണിയായി മാറുന്നത് എന്നൊക്കെയും പല തരത്തിലുള്ള ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ, കാലാവസ്ഥാപരമായിട്ടുള്ള ദുർബലതകളെ, ആ പ്രദേശത്തിൻ്റെ തന്നെ പാരിസ്ഥിതികമായ ദൗർബല്യങ്ങളെ, സവിശേഷതകളെ ഒക്കെ തന്നെയും വളരെ വിശദമായി തന്നെ ഈ പുസ്തകം, ഈ ഒരു റിപ്പോർട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചൂരൽമല ദുരന്തം മനുഷ്യരുടെ ജീവിതം, നമുക്ക് ഏറ്റവും വിലയേറിയ, ഏറ്റവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട മനുഷ്യർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ദുഃഖകരമായ സംഗതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെയും ഇനിയും ഈ മേഖലകളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് ആ പ്രശ്നത്തിൻ്റെ ഏതെങ്കിലും ഒരു വിശകലനം എന്നുള്ള അപ്പുറത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന, അത് മലയോര മേഖലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ തീരപ്രദേശത്തായാലും കേരളത്തിൻ്റെ അതിൻ്റെ സമതല മേഖലകളിലൊക്കെ ആയാലും ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം ഇനി അങ്ങോട്ടുള്ള കാലം ഈ പറയുന്ന അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ഒരു തുടർച്ചകൾ ഇവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മാറിയ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ജീവിത സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മൾ ഒരു കേവലമായ വ്യക്തികളിൽ അവരുടെ ഒരു ശേഷി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായൊരു ആസൂത്രണത്തോടുകൂടി ഇനി കേരളത്തിലെ ഭൂമിശാസ്ത്ര പരിധിക്കുള്ളിൽ, കാരണം വളരെ ചെറിയ ഒരു റിബൺ പോലെ മാത്രം കാണപ്പെടുന്ന ഒരു ഭൂമിശാസ്ത്ര പരിധിക്കുള്ളിൽ ഉള്ള ഏത് തരത്തിലുള്ള ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അത് എങ്ങനെയായിരിക്കണം, അത്
പ്രത്യേകിച്ചും വെള്ളക്കെട്ടുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ, സമുദ്ര തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കുന്നിൻ ചരിവുകളിൽ താമസിക്കുന്ന ആളുകൾ ഒക്കെ തന്നെയും എങ്ങനെയൊക്കെയാണ് ഇത്തരം സന്ദർഭങ്ങൾ നേരിടേണ്ടത്. അതിന് ഒരു വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് ഒരു ഗവൺമെൻറ്, ഒരു സംവിധാനങ്ങൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെയും അതിന് തുല്യമായ ഉത്തരവാദികളും അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യസ്ഥരുമായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊഴിവാക്കാവുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ എങ്ങനെ വേണം സമീപിക്കാൻ. മഴക്കാലം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ കാലവും എല്ലാ വർഷത്തിലുണ്ടാവും. അതിൻ്റെ തീവ്രത ഏറിയും കുറഞ്ഞും ഇരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ പ്രവചിക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്? അവിടുത്തെ ഗ്രാമീണ തലത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ തൊട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ തൊട്ട് ഏറ്റവും ഉയർന്ന തട്ടിൽ ഗവൺമെൻറ് വരെയുള്ള സംവിധാനങ്ങൾ ഇതിലൂടെ എങ്ങനെ ഒരു കാലാവസ്ഥ മാറ്റത്തോടുള്ള ഒരു പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ അതിനെ അനുരൂപമാക്കുന്ന ഒരു അഡാപ്റ്റേഷൻ രീതികൾ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതും, തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ പ്ലാനിങ്ങിൽ, നമ്മുടെ ആസൂത്രണത്തിൽ ഉണ്ടായിരിക്കേണ്ട മാറ്റങ്ങൾ, അത് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിച്ചേക്കാം. മറിച്ച് അതൊരു ദീർഘകാല പദ്ധതി എന്ന നിലയിൽ നമുക്ക് അനിവാര്യമായും സ്വീകരിക്കേണ്ട, അതൊന്നും ആരുടെയും ചോയ്സോ ഒരു 5 കൊല്ലം ഭരിക്കുന്ന സർക്കാരിൻ്റെ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തിന് പുറത്തോ നിൽക്കുന്ന ഒന്നല്ല. സ്വാഭാവികമായും ഇതിന് പോകാവുന്നൊരു പരിധിയുണ്ട്, ദൂരമുണ്ട്. ആ ദൂരം എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിയുന്നുവോ അത് നമ്മളെ കൂടെ ഇവിടെ നിലവിലുണ്ടായിരിക്കേണ്ട മനുഷ്യരുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ അത് പര്യാപ്തമാകും. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ, അത്തരത്തിലുള്ളൊരു അന്വേഷണങ്ങൾ, ബദൽ ഓരോന്നിനും സ്വീകരിക്കേണ്ട ഭൂമിയുടെ വിനിയോഗത്തിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ, അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങളെ മനസ്സിലാക്കുന്ന രീതി, അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ സസ്യാവരണങ്ങളിൽ ജൈവ ആവരണങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു അളവുണ്ട് എല്ലാ സ്ഥലത്തും. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണിതൊക്കെ. ഈ ഉരുൾപൊട്ടലുകളും തീരങ്ങൾ ശോഷിപ്പൊക്കെ ആയിട്ട്. അപ്പം മാറിയ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ കേരളം പോലുള്ള വളരെ ചെറിയ ഒരു പ്രദേശം സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയായിരിക്കണം എന്ന് വളരെ ശാസ്ത്രീയമായി വിലയിരുത്തുന്ന, പ്രത്യേകിച്ചും ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ വയനാടിൻ്റെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള വളരെ ശാസ്ത്രീയമായൊരു പഠനം എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പുസ്തകത്തിനകത്തുള്ള കണ്ടൻറ്റ് കുറേ കൂടി ശാസ്ത്രീയമായ ഡാറ്റകളുടെയും അതുപോലെ തന്നെ സ്ഥിതിവിവര കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട ഒന്നാണ്. അത് കേവലം ഏതെങ്കിലും ശാസ്ത്രീയ ബോധ്യമുള്ള അല്ലെങ്കിൽ ശാസ്ത്ര പശ്ചാത്തലമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഒന്നതല്ല. മറിച്ച് മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതം വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അത് വായിച്ചിരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അതത് പ്രദേശത്തിന് അനുരൂപമാവുന്ന രീതിയിൽ ആ പ്രദേശത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമായിട്ടുള്ള സവിശേഷതകളെയും പാരിസ്ഥിതികമായ സവിശേഷതകളെയും കാലാവസ്ഥാപരമായിട്ടുള്ള സവിശേഷതകളെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് ഇനിയുള്ള കാലം വളരെ പ്രധാനമാണ്. ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഉരുൾപൊട്ടലിനെ വിശകലനമാക്കാനുള്ള ഒരു ശാസ്ത്രീയ പഠനം സംഘത്തെ നിയോഗിക്കുകയും അങ്ങനെ ഒരു റിപ്പോർട്ട് ട്രാൻസിഷൻ സ്റ്റഡീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഈ പുസ്തകം ഇതിൻ്റെ കോപ്പികൾ നമുക്ക് പല രീതിയിൽ ലഭ്യമാണ്. അത് വിനിയോഗിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തെ മുന്നോട്ട് വെച്ച് പുസ്തക പരിചയം നടത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നന്ദി.